ഹായ് പ്യാരെ വെച്ച് സാറാണ്. എല്ലാ മക്കളും അടിപൊളിയല്ല. യെസ്, നാളെയാണ് നമ്മുടെ പരീക്ഷ. വളരെ വളരെ സെറ്റ് ആയിട്ട് നമുക്ക് പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ട്. ഒരുപാട് മക്കൾ സാർ ടെൻഷൻ ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ടെൻഷൻ വേണ്ട, അടിപൊളിയായിട്ട് നാളത്തെ ഉറുദു പരീക്ഷ നമ്മൾ എഴുതും. അപ്പൊ എല്ലാ വീഡിയോസിന്റെ താഴെയും ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് എല്ലാവരും ആശയക്കുഴപ്പത്തിലാണുള്ളത്. ആ ഒരു ചോദ്യമാണ് അനസാർ എന്ത് ചെയ്യുന്നത്, ആ ചോദ്യത്തിന് എങ്ങനെ ആൻസർ ചെയ്യാൻ സിമ്പിൾ ആയിട്ട് എന്നുള്ള രീതിയിലാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, 8ാം ക്ലാസ്സിലേക്ക് ജയിച്ചു വന്ന മക്കൾക്ക് ഏറ്റവും ഒരു പ്രയാസമായിരിക്കും ഒരു കവിതയുടെ വരി തന്നിട്ട് അതിന്റെ മഫ്ഹൂം എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെ? മഫ്ഹൂം. അപ്പം ഒരു വരി തരികയാണ്, അപ്പൊ അതുമായി കണക്ട് ചെയ്ത് നമ്മൾ പറയാണ് ഈ വരിയെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല മക്കളും ടെൻഷനാണ്. സാറേ, ഇത് എനിക്ക് അറിയാത്ത വരിയാണല്ലോ, അല്ലെങ്കിൽ ഈ വരി അറിയും പക്ഷെ എങ്ങനെ എഴുതും എന്നുള്ളൊക്കെ ഒരു വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഇത്. അപ്പൊ മഫ്ഹൂം എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതും എന്നുള്ളതാണ് അൻസാർ വീഡിയോയിലൂടെ പറയുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. മഫ്ഹൂം. അപ്പൊ നമുക്ക് 2 വരി തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഏത് കവിതയുടെ മഫ്ഹൂം ചോദിച്ചാൽ നമ്മൾ തുടക്കം ഇങ്ങനെ എഴുതണം, യേ ഷേർ ഉറുദു കെ മഷ്ഹൂർ ഷായർ. അപ്പൊ നമ്മുടെ കവിതകളൊക്കെ മഷ്ഹൂർ ആയിട്ടുള്ള ഷായറുകളാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതിൽ യാതൊരു ഡൗട്ട് നമുക്കില്ലല്ലോ. ഷായർ എന്ന് പറഞ്ഞാൽ കവിയാണ്, മഷ്ഹൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആണ്. അപ്പം ഉറുദുവിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഷായർ ഡാഷ് നെ ലിഖാഹേ, അല്ലെ? ഡാഷ് നെ ലിഖാഹേ. അപ്പം ആ കവി ആരാണോ ആ കവിന്റെ പേരാണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്. ബാക്കി സെയിം അതന്നെ. അപ്പൊ യേ ഷേർ ഉറുദു കെ മഷ്ഹൂർ ഷായർ ഡാഷ് നെ ലിഖാഹേ. ക്ലിയർ അല്ലേ? അതുവരെ ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മൾ പിന്നെ പറയേണ്ടത് എന്താ? മലയാളത്തിൽ എന്റെ മക്കളൊന്ന് പറഞ്ഞു നോക്കൂ. ആ കവിതയിൽ ഒരു വിഷയം ഉണ്ടായിരിക്കും. ഇപ്പൊ ദാരിദ്ര്യം ഉണ്ടാവും, ചിലപ്പോൾ ദാരിദ്ര്യത്തെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇൻസാനിയത്ത്, മനുഷ്യത്വത്തെ കുറിച്ചായിരിക്കും. അതെന്താണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതുക. യെസ്, ഇതാണ് ഈ ഷേർ കാ മർസൂ. ഈ വരികളിൽ പറയുന്ന മർസൂ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് അഥവാ വിഷയം ഡാഷ് ഹേ, ഡാഷ് ആകും. അപ്പൊ നമ്മൾ അതെന്താണ് ആ വിഷയം എന്നുള്ളത് നമ്മൾ കൊടുക്കും. പിന്നെ നമുക്ക് നോക്കാണ് ഷായർ ഈ ഷേർ മേ, ഷായർ ഈ വരികളിലൂടെ പറയുന്നത് അതെന്താണ് ആ വിഷയം? അതിനെ കുറിച്ച് ഇപ്പൊ മനുഷ്യത്താണെങ്കിൽ ഇൻസാനിയത് കെ ബാരെ മേ കഹ്തേ ഹൈ, മനുഷ്യത്വത്തെ കുറിച്ച് പറയുകയാണ്. സിമ്പിൾ അല്ലേ? യെസ്. അപ്പൊ ഇതിൽ നമ്മൾ 3 വേർഡ് മാത്രം നമുക്ക് ആ കവിതയുമായി കണക്ട് ചെയ്ത് അറിഞ്ഞാൽ തന്നെ നമുക്ക് 2 മാർക്കായി. പിന്നെ നമ്മൾ പറയാണ് ഷായർ കഹ്താ ഹേ, കവി പറയുന്നു, അല്ലെ? ആ കവിയുടെ ചിന്തകളാണല്ലോ ആ കവിതയിലൂടെ പറയുന്നത്, ആ വരികളിലൂടെ പറയുന്നത്. അപ്പൊ ആ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് കെ എന്ന് പറഞ്ഞിട്ട് എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഡോട്ട് കണ്ടോ, ഈ ഡോട്ടിലൂടെ എങ്ങനെ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. മനസ്സിലായോ? അപ്പം ഏ ഷേർ ഉറുദു കെ മഷ്ഹൂർ ഷായർ, ഇപ്പൊ ഇക്ബാലിന്റെ വരികളാണെങ്കിൽ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ നെ ലിഖാഹേ. ഈ ഷേർ കാ മൗസൂ ഡാഷ് ഹേ, അവിടെ വേണമെങ്കിൽ നമുക്ക് ഈ ഷേർ കാ മൗസൂ ഇൻസാനിയത്ത് ഹേ, ഷായർ ഈ ഷേർ മേ ഇൻസാനിയത്ത് കെ ബാരെ മേ കഹ്തേ ഹേ. അത് എന്താണ് നമുക്ക് തന്ന വരികൾ, അത് എഴുതുന്നു. ഈ ഷായർ കഹ്താ ഹേ, കവി പറയാണ് കെ എന്തെന്നാൽ എന്ന് പറഞ്ഞ ആ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അത് ഇങ്ങനെ ഒരു 2 3 വരിയിൽ 3 വരിയിൽ നിങ്ങൾ എഴുതി കൊടുത്താൽ മഫ്ഹൂം എഴുതാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കിട്ടും. 4 മാർക്ക് നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ 8ാം ക്ലാസ്സിലേക്ക് കടന്നു വന്ന നിങ്ങൾ ആരും അനസാറിന്റെ ഈ വീഡിയോ കണ്ട ഒരു മക്കളും ഇനി മഫ്ഹൂം എഴുതാൻ അറിയില്ല, ഏതെങ്കിലും 2 വരി തന്നിട്ട് അതിന്റെ ആശയം എഴുതാൻ വേണ്ടിട്ട് ചോദിച്ചാൽ അറിയില്ല എന്ന് ആരും പറയൂല. നിങ്ങളെ കൃത്യമായിട്ട് അനസാർ ഈ വീഡിയോയിലൂടെ പഠിച്ചത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യണം? പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം കേട്ടോ. അവർക്കും കൂടി അറിവ് കിട്ടണമല്ലോ. അപ്പൊ അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഈ വരുന്ന ഓണപരീക്ഷയിൽ നല്ല മാർക്ക് നിങ്ങൾ നേടുക എന്നുള്ളതാണ് എന്റെ മക്കൾ എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ ആണോ? യെസ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ ഇതിന്റെ താഴെ രേഖപ്പെടുത്താൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ മക്കൾ ചെയ്യണം. എല്ലാ മക്കളും പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അഗല വീഡിയോ में सरफर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.